ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടും ഏറെ ശ്രദ്ധയോടും ദൈവത്തിൻ്റെ സ്വരം ശ്രവിപ്പാനുള്ള താല്പര്യത്തോടും കൂടെ ഈ വചന ശുശ്രൂഷയെ ശ്രദ്ധിക്കുക. ഇന്നത്തെ വചനധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ന്റെ 10 മുതൽ 18 വരെ തിരുവചന ഭാഗം. കർത്താവിൻ്റെ ഒരു ശിഷ്യനെക്കുറിച്ചും ആ ശിഷ്യൻ്റെ ചില ശൈലികളെക്കുറിച്ചുമുള്ള പ്രധാന സൂചനയാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ആ ശിഷ്യൻ്റെ പേര് അനന്യാസ് എന്നാണ്. ഈ അനന്യാസ് എന്ന ശിഷ്യൻ നേരിടുന്ന വളരെ നിർണായകമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തെ ഈ അനന്യാസ് എന്ന ശിഷ്യൻ ഏത് വിധത്തിലാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പഠിപ്പിക്കാനാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ പ്രത്യാശിക്കുന്നത്. തുറന്ന മനസ്സോടുകൂടെ നിങ്ങളിത് കേൾക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇതിന് പ്രാധാന്യം എന്ന് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് തത്വത്തിൽ ഓരോ ക്രിസ്ത്യാനിയും അനുഗമിക്കേണ്ടവനാണ്. അനുഗമിക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അത് നാം സ്വയം കണ്ടെത്തേണ്ടതാണ്. എന്നാൽ തത്വത്തിൽ എല്ലാ ക്രിസ്ത്യാനിയും യേശുക്രിസ്തുവിനെ അനുഗമിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ്. ശിഷ്യനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. അപ്പോസ്തല പ്രവർത്തനം 11-ന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി എന്ന്. അപ്പോൾ ഫലത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യനെയാണ് സമൂഹം ക്രിസ്ത്യാനി എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ അനന്യാസ് തൻ്റെ ജീവിതത്തിൽ, അനന്യാസ് എന്ന ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ജീവിത സാഹചര്യത്തെ എങ്ങനെയാണോ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്തത്, അതുപോലെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയും കൈകാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ അനന്യാസിൻ്റെ സാഹചര്യങ്ങൾക്ക് സമാനമായ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അനന്യാസ് എന്ന വ്യക്തി ഇവിടെ പലപ്പോഴും ഈ വേദഭാഗത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകാറുള്ളൊരു കഥാപാത്രമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യതയെ ഉണ്ടാകാറുള്ളൂ. കാരണം ഈ അധ്യായത്തിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. നമുക്കൊക്കെ വളരെ പരിചിതനായ, ക്രിസ്തീയ ഗോളത്തിൽ ഇത്രയേറെ കരുത്തനായ ഒരു ക്രിസ്തു ശിഷ്യൻ നമുക്കറിയാം. അത് പൗലോസാണ്. ശൗൽ എന്ന ജീവിതാവസ്ഥയിൽ നിന്ന് പൗലോസ് എന്ന ക്രിസ്തു ശിഷ്യൻ്റെ അവസ്ഥയിലേക്കുള്ള ആ പരിണാമം പറയുന്ന അധ്യായമാണ് ഈ 9-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9-ാം അധ്യായത്തിൻ്റെ ഹൈലൈറ്റ് യഥാർത്ഥത്തിൽ ശൗലാണ്, അല്ലെങ്കിൽ ശൗലിൽ നിന്നുള്ള പൗലോസിലേക്കുള്ള മാനസാന്തരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പൗലോസിലാണ് കുടുങ്ങുക. പൗലോസിൻ്റെ ആ മാറ്റത്തിലാണ് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഈ വേദഭാഗം എന്നെ അനന്യാസിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ ചില ഗൈഡൻസ് ഒക്കെ ഈ അനന്യാസിൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് എനിക്ക് ലഭ്യമായത്. അനന്യാസ് സുപ്രധാനമായ ഒരു വളരെ നിർണായകമായ ഒരു സാഹചര്യത്തെ നേരിടുകയാണ് ഇവിടെ. ശൗൽ എന്ന ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ ക്രിസ്തു ഇവിടെ മുഖാന്തരമാക്കി കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ദമസ്കോസിലാണ് ഈ സംഭവം നടക്കുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദമസ്കോസിലുള്ള ക്രിസ്തു അനുയായികളെ, ക്രിസ്തു ശിഷ്യരെ നശിപ്പിക്കാനായിട്ടുള്ള അധികാര കൽപ്പനയും വാങ്ങി അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന ശൗൽ എന്ന ആ ധിക്കാരിയെ ദൈവത്തിൻ്റെ ആത്മാവ് ആ കുതിരപ്പുറത്ത് നിന്ന് വലിച്ചു താഴെയിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന സുപ്രധാനമായൊരു സംഭവം ഇവിടെ നടക്കുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ അനന്യാസ് എന്ന ക്രിസ്തു ശിഷ്യനെ
കർത്താവ് കണക്ട് ചെയ്യാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ അനന്യാസ് എന്ന ക്രിസ്തു ശിഷ്യനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പൗലോസിൻ്റെ മാനസാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പരിധി വരെ നേരിട്ട് നടത്തിയ ഒരു പ്രവൃത്തിയാണ്. കാരണം ഒരു സുവിശേഷ പ്രസംഗം കേട്ടോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് പഠിപ്പിച്ചു തന്നോ പറഞ്ഞു തന്നോ അങ്ങനെയൊന്നുമുള്ള ഒരു മാനസാന്തരമല്ല ശൗലിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ശൗലിന് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളെ, ശിഷ്യരെ അറിയാമായിരുന്നു എന്നുള്ളതാണ് സത്യം. യേശുക്രിസ്തുവിനെ അറിയില്ലാത്ത ഒരാളായിരുന്നില്ല ശൗല്. കാരണം യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളെ അറിയാമായിരുന്നു. എന്നാൽ തൻ്റെ മതത്തെ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സമൂഹം നശിപ്പിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവാണ് ശൗൽ എന്ന വ്യക്തിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തീവ്രവാദിയായ ശൗൽ, അങ്ങനെ വേണം പറയാൻ. യഹൂദ സമൂഹത്തിലെ ഒരു തീവ്രവാദിയായിരുന്നു, ഒരു ടെററിസ്റ്റ് ആയിരുന്നു ഈ ശൗൽ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ക്രിസ്തുവിനെ അറിയാമായിരുന്നുവെങ്കിലും, ക്രിസ്തു ശിഷ്യന്മാരെ അറിയാമായിരുന്നുവെങ്കിലും, ക്രിസ്തുവിനെ കുറിച്ച് തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിയാണ് ശൗല്. അല്ലെങ്കിൽ തെറ്റായ കാഴ്ചപ്പാടിൽ ജീവിച്ച വ്യക്തിയാണ് ശൗല്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ, രക്ഷകനായ ക്രിസ്തുവിനെ ഒരന്തകനായി കണ്ട വ്യക്തിയാണ് ശൗല്. താൻ ഉൾപ്പെടുന്ന മതസമൂഹത്തിൻ്റെ അന്തകനായിട്ടാണ് ക്രിസ്തുവിനെയും ക്രിസ്തു സമൂഹത്തെയും ക്രിസ്തു ശിഷ്യരെയും ഈ ശൗൽ എന്ന വ്യക്തി കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നേരിടുന്നത്, ശൗലിൻ്റെ മാനസാന്തരത്തിൽ നേരിടുന്ന ഒരു സിറ്റുവേഷൻ യേശുക്രിസ്തുവിനെ അറിയില്ലാത്തൊരു വ്യക്തിയുടെ മാനസാന്തരമല്ല, യേശുക്രിസ്തുവിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വ്യക്തിയുടെ മാനസാന്തരമല്ല, യേശുക്രിസ്തുവിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനസാന്തരവുമല്ല, യേശുക്രിസ്തുവിനെ നിഷേധാത്മകമായി വിചാരിച്ച് യേശുക്രിസ്തുവിനെതിരായി കൊലപാതകം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തീവ്രവാദിയുടെ മാനസാന്തരമാണ് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് വളരെ തീവ്രമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യന്മാർ ഈ ശൗലിൻ്റെ മുന്നിൽ പോകാൻ ഭയന്നിരുന്നു എന്ന് വേണം കരുതാൻ. ശൗൽ എന്ന വ്യക്തി ഒരു പേടി സ്വപ്നമായിരുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക്. അപ്പോൾ അങ്ങനെ ശൗൽ ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് ഈ തീവ്രവാദിയുടെ രൂപാന്തരത്തിൻ്റെ ഒരവസരം സൃഷ്ടിക്കുന്നത്. അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മാനസാന്തര കഥയാണ് വേദപുസ്തകത്തിലുടനീളം നാം വായിക്കുന്നതിൽ നിന്ന്. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് ഈ ശൗലിനെ കുതിരപ്പുറത്തുനിന്ന് മറിച്ച് താഴെയിട്ടു? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ധമായി തീർന്നു. അങ്ങനെ ഈ ശൗൽ എന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കുകയാണ്, ഇങ്ങനെ അന്ധമായ അവസ്ഥയിൽ ശൗൽ എന്ന വ്യക്തി ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ഈ ശൗലിലേക്ക്, അനന്യാസിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ആകാശത്തു നിന്നൊരു വെളിച്ചമുണ്ടായി, അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറയുകയാണ്. ഇതാണ് 9-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളിൽ ഈ ശൗലിൻ്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ശൗലിനെ കുതിരപ്പുറത്തു നിന്ന് മറച്ചു താഴെയിട്ടത് യേശുക്രിസ്തു ആണ് എന്ന ബോധ്യം ശൗലിന് ലഭിച്ചു കഴിഞ്ഞു. പിന്നെയും എന്തിനാണ് ശൗൽ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് അനന്യാസിൻ്റെ അവിടുത്തെ റോൾ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നേരിട്ട് ആ മാനസാന്തരം നടത്തി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് അനന്യാസ്? പിന്നെ എന്താണ് അനന്യാസിൻ്റെ അവിടുത്തെ ഉത്തരവാദിത്വം? പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളെ ഉപയോഗിക്കുന്ന ഒരു രീതി വളരെ വെളിപ്പെടുന്നത്. തന്നെ അനുഗമിക്കുന്ന വ്യക്തികളെ യേശുക്രിസ്തു ഇങ്ങനെ വെറുതെ കുറെ അനുഗാമികളായിട്ട്, കുറെ ഫോളോവേഴ്സായിട്ട് ഇങ്ങനെ പുറകെ നടക്കുക എന്നുള്ള ലക്ഷ്യമല്ല. അവർക്കൊക്കെ ചില റോളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അവർക്കൊക്കെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ദൈവം അവരെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ക്രിസ്തു ശിഷ്യനെ ദൈവം മാനിക്കുന്നതിൻ്റെ തെളിവാണ്. പലപ്പോഴും നമുക്കറിയാം ഗുരു ശിഷ്യ ബന്ധങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല തരത്തിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. പല വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലും ഗുരു ശിഷ്യ ബന്ധങ്ങൾ ഒക്കെ, പ്രത്യേകിച്ച് ഇന്നും നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ ആൾ ദൈവങ്ങളായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്, വ്യക്തികൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ വ്യക്തികളുടെ ഫോളോവേഴ്സും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രസ്ഥാനങ്ങളുടെ ഫോളോവേഴ്സും ഒരു പരിധിവരെ സമുദായത്തിൻ്റെ ഫോളോവേഴ്സും ആയിട്ടുള്ളവരെ കൊണ്ടൊക്കെ ലീഡർഷിപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് ആൾബലം മാത്രമാണ്, സംഘടനാ ശക്തി മാത്രമാണ്. ആൾബലവും സംഘടനാ ശക്തിയും കരുത്തും മാത്രമാണ് പലപ്പോഴും നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശിഷ്യനെ സത്യസന്ധമായി ചില സുപ്രധാന ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ വളർത്തുക എന്ന് പറയുന്ന ദൗത്യം പലപ്പോഴും ഇന്ന് ലീഡേഴ്സ് ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യനെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ കൊണ്ടുവന്നു എങ്കിൽ കൂടിയും അനന്യാസിനെ ഈ ശൗലിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അനന്യാസ് അവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മൾ കാണേണ്ടത്. അനന്യാസിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ശൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാനസാന്തരം. ശൗൽ ആരാണ്, എന്താണ് എന്നുള്ളത് അനന്യാസിന് നന്നായിട്ട് അറിയാം. കാരണം ശൗലിനെ എല്ലാ ക്രിസ്തു ശിഷ്യന്മാരും ഒരുപോലെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സഭയെ ഇത്രയേറെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയില്ല. പ്രത്യേകിച്ച് സ്തെഫാനോസിൻ്റെ മരണത്തിന് കാരണക്കാരനായ ഒരു പശ്ചാത്തലം ശൗൽ എന്ന വ്യക്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ക്രിസ്തു ശിഷ്യന്മാർക്ക് ശൗൽ ഒരു പരിധിവരെ ഒരു പേടി സ്വപ്നമാണ്, അല്ലെങ്കിൽ അവർ നന്നായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശൗൽ എന്ന വ്യക്തിയെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനന്യാസ് അറിയുന്നത് ശൗൽ ദമസ്കോസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. തീർച്ചയായിട്ടും ദമസ്കോസിലെ സഭയുടെ നേതൃത്വം വഹിക്കുന്ന അനന്യാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നൊമ്പരമാണ്, അതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. കാരണം അതൊരു സഹനത്തിൻ്റെ അന്തരീക്ഷമാണ്. കാരണം സ്തെഫാനോസ് കൊല്ലപ്പെട്ടൊരു അന്തരീക്ഷം ഉണ്ടായെങ്കിൽ സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശൗല് ദമസ്കോസിൽ വന്നിറങ്ങിയാൽ, ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ മുൻപിൽ അനന്യാസ് ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനന്യാസ് കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്. എന്നിട്ട് കർത്താവിനോട് തൻ്റെ ഹൃദയത്തെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അനന്യാസിൻ്റെ അടുക്കൽ കർത്താവ് കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. അനന്യാസേ എന്ന് പറഞ്ഞപ്പോൾ അടിയൻ ഇതാ കർത്താവേ എന്ന് പറഞ്ഞ് വിളി കേട്ടപ്പോൾ കർത്താവിനോട് എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നതിന് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുന്നിൽ അനന്യാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അനന്യാസ് ഇരിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, കർത്താവ് അനന്യാസിനെ വിളിക്കുകയാണ്. അപ്പോൾ കർത്താവെ, അടിയൻ, നിനക്ക് എന്ത് വേണമല്ലോ എന്നോട് പറയാം. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഭാവം. കർത്താവിന് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന, ക്രിസ്തുവിന് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യനായിട്ട് അനന്യാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കർത്താവിൻ്റെ സംഭാഷണം ഉണ്ടാകുന്നത്. ഉടനെ ശൗല് അവിടെ അനന്യാസിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനെക്കുറിച്ച്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് അനന്യാസിനെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനന്യാസ് ചോദിക്കുകയാണ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ തൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്നുത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അനന്യാസ് വളരെ അവെയറാണ് ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ച്. ശൗല് മുൻപ് ചെയ്തിരുന്ന പ്രവൃത്തികൾ എന്താണ്,
ശൗല് ഇപ്പോൾ ദമസ്കോസിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരപത്രം വാങ്ങിക്കൊണ്ട്, മേലധികാരികളുടെ അധികാരപത്രവുമായിട്ടാണ് താൻ വന്നിരിക്കുന്നത്. ശൗലിൻ്റെ കൈവശമിരിക്കുന്ന അധികാരപത്രത്തെക്കുറിച്ച് വരെ വ്യക്തമായ ബോധ്യം അനന്യാസിനുണ്ട്. കാരണം അനന്യാസ് കൃത്യമായി തൻ്റെ നേരെ അടുക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെക്കുറിച്ച് ഉള്ള വ്യക്തമായ ഒബ്സർവേഷനിലായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ശൗലിൻ്റെ കയ്യിലിരിക്കുന്ന അധികാരപത്രത്തെക്കുറിച്ച് വരെയുള്ള അവയർനെസ് അനന്യാസിനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ടവർ, ഈ ശത്രു അടുത്തു വരുമ്പോൾ അല്ലെങ്കിൽ ശത്രു വരുന്ന വഴിയെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ള വ്യക്തിയായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ. ഏതു രീതിയിലാണ് തിന്മ കടന്നു വരാൻ സാധ്യതയുള്ളത്, ഏതു രീതിയിലാണ് പിശാച് കടന്നു വന്ന് നമ്മെ തകർക്കാനും നശിപ്പിക്കാനും സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ള വ്യക്തിയായിരിക്കണം ഒരു ഉത്തമനായ ക്രിസ്തു ശിഷ്യൻ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ബോധ്യത്തെക്കുറിച്ച് പങ്കുവെച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച്, ഇപ്പോൾ ശൗൽ എന്ന വ്യക്തി ക്രിസ്തു സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശത്രുവാണ്. ശൗൽ എന്ന വ്യക്തിയല്ല, ശൗലിലൂടെ പിശാചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനറിയാം. വ്യക്തിക്ക് അവിടെ പ്രാധാന്യമൊന്നുമില്ലല്ലോ, ഇത് പിശാചിൻ്റെ കളിയാണ്. അപ്പോൾ പിശാച് ശൗൽ എന്ന വ്യക്തിയിലൂടെ ഏത് വിധത്തിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണം അനന്യാസ് എന്ന ശിഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു അനന്യാസിനെ വിളിക്കുന്ന ഈ സമയത്ത് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ അടുത്ത് പങ്കുവെക്കാൻ അനന്യാസിന് സാധിച്ചു. ഹി വാസ് അവെയർ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. കൃത്യമായ ബോധ്യമുണ്ട് ആ ശത്രുവിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ ശൈലിയെക്കുറിച്ചും അതിൻ്റെ രീതിയെക്കുറിച്ചും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ടോ? ശത്രു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴിയെക്കുറിച്ചുള്ള വ്യക്തമായൊരു ബോധ്യമുണ്ടോ? അനന്യാസിന് അത് കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട്, അനന്യാസ് ഈ വിഷയത്തെ കർത്താവിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി ക്രിസ്തുവിൻ്റെ അടുത്ത് തുറന്ന് പങ്കുവെക്കുന്നവനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. തനിക്കറിയാവുന്ന കാര്യങ്ങൾ, താൻ കണ്ടെത്തിയ കാര്യങ്ങൾ, തൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ തുറന്ന് ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇവിടെ ഈ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണോ? യേശുക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യത്തിൽ യേശുക്രിസ്തു അനന്യാസിനോട് പറയുന്നത്, പൗലോസിൻ്റെ മാനസാന്തരം അവിടെ നടന്നു കഴിഞ്ഞു, അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നീ അവിടെ ചെന്ന് തലേ കൈവച്ച് അവനെ ശിഷ്യത്വ ഗണത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ക്രിസ്തു പറയുന്നത്. പക്ഷെ അപ്പോഴും താനായിരിക്കുന്ന അവസ്ഥയെ, തൻ്റെ മനസ്സിലുള്ള ആശങ്കകളെ തൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു മനുഷ്യൻ. വളരെ ജെന്യുവിനായിട്ടുള്ള ഒരു ദൈവബന്ധമാണ് ഇവിടെ അനന്യാസ് എന്ന വ്യക്തിയിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. വളരെ ജെന്യുവിനായിട്ടുള്ള സത്യസന്ധമായ ഒരു ദൈവബന്ധം. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ വളരെ ജെന്യുവിൻ അല്ല. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെന്ന് പലപ്പോഴും നിലകൊള്ളുന്നത് ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ സത്യസന്ധമായ നമ്മുടെ അവസ്ഥയെ പകരുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്കിന്നില്ല. നമ്മൾ വളരെ മുഖം മൂടി അണിഞ്ഞ് വേറൊരു മനുഷ്യനെ പോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവസന്നിധി വരുമ്പോൾ നമ്മളൊരു ക്ലീൻ ചീറ്റുമായിട്ടാണ് സ്വയമായിട്ട് നമ്മൾ വന്ന് നിൽക്കുക. നമ്മളൊരു അഭിനയമാണ് ദൈവത്തിൻ്റെ മുന്നിൽ പലപ്പോഴും വന്ന്. എന്തിനാണ്? ദൈവത്തിൻ്റെ മുൻപിൽ നാം വളരെ ജെനുവിനായി നിൽക്കുക. നമ്മളുടെ ഒബ്സർവേഷൻസ്, നമ്മളുടെ കണ്ടെത്തലുകൾ, നമ്മളുടെ ആശങ്കകൾ ഇതെല്ലാം പച്ചയ്ക്ക് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഷെയർ ചെയ്യുക. ഇത് അനന്യാസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഫെലോഷിപ്പിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിലനിർത്തി പോരേണ്ട ഒരു വ്യക്തമായ അനുഭവമാണ്. കൃത്യമായി സത്യസന്ധമായി ദൈവസന്നിധിയിലായിരിക്കുന്ന അവസ്ഥയെ പച്ചയ്ക്ക് തുറന്നു വയ്ക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്നുള്ളതാണ്. വീണ്ടും മൂന്നാമതായിട്ട്, അനന്യാസിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു വീണ്ടും സംസാരിക്കുകയാണ്. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. പ്രിയപ്പെട്ടവരെ,
അപ്പോൾ അനന്യാസ് ദൈവത്തോട് തൻ്റെ ഉള്ളിലുള്ള ആ ആശങ്ക അതുപോലെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കർത്താവ് തിരിച്ചു പറയാണ്, അനന്യാസേ നീ വിഷമിക്കണ്ട, നീ പോകുക. അവൻ എൻ്റെ നാമത്തെ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും വേണ്ടി വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് ശൗൽ. കൃത്യമായിട്ട് അത് യേശുക്രിസ്തു അനന്യാസിനോട് പങ്കുവെക്കുകയാണ്. നീ പോവുക, നീ പോയി അവനെ വീണ്ടെടുക്കുക എന്നുള്ള വാക്കാണ്. ഈ വാക്ക് ഈ ഒരു ഫൈനൽ കമ്മീഷനിങ്, അതായത് ആ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള അനന്യാസിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കമ്മീഷനിങ് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനന്യാസ് ഒന്നും പറയുന്നില്ല. ആദ്യ സമയത്ത് യേശുക്രിസ്തു അനന്യാസിനോട് സംസാരിക്കുന്നു. ആ സമയത്ത് അനന്യാസ് തൻ്റെ ഉള്ളിലുള്ള ആശങ്കകൾ, തൻ്റെ ഒബ്സർവേഷൻസ് കർത്താവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. രണ്ടാമത് താൻ ആദ്യം പറഞ്ഞ കാര്യത്തെ ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തു സംസാരിക്കുന്നു. പിന്നെ അനന്യാസിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഇല്ല, ആശങ്കയില്ല, ധൈര്യമായി എഴുന്നേറ്റ് ശൗലിൻ്റെ അടുക്കലേക്ക് നേരിട്ട് പോയിട്ട് ശൗലിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അനന്യാസിലുള്ള ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ കാണുന്ന അനന്യാസിൻ്റെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം പറയുന്നതിൻ്റെ ആ ഫൈനലായിട്ടുള്ള വാക്കിന് മുൻപിൽ തൻ്റെ ആശങ്കയെ പൂർണ്ണമായിട്ടും അനന്യാസ് ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. ആദ്യം താൻ തൻ്റെ ആശങ്ക പറഞ്ഞതാണ്. എന്നാൽ കർത്താവ് താൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശൗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കണ്ടെത്തിയ ഒബ്സർവേഷൻസ്, തൻ്റെ ആശങ്കകൾ, അതെല്ലാം താൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി തൻ്റെ ആശങ്കകൾക്ക് പ്രസക്തിയില്ല, ഇനി തൻ്റെ കണ്ടെത്തലുകൾക്ക് പ്രസക്തിയില്ല, ഇനി കർത്താവ് പറഞ്ഞത് നടപ്പാക്കുന്നതിനാണ് പ്രസക്തി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ നീങ്ങുന്നത്. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ദൈവത്തോട് ഒരുവൻ സംസാരിക്കുന്നു, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്നു. ആ കൂട്ടായ്മ ബന്ധത്തിൽ നീങ്ങുന്ന സമയത്ത് തൻ്റെ മനസ്സിലുള്ള ആശങ്കകൾ ദൈവത്തോട് പച്ചയ്ക്ക് അതുപോലെ സമ്മതിക്കുന്നു, പറയുന്നു. ദൈവം അവിടെ ഒരു വ്യക്തമായ ബോധ്യം തിരികെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്യാസിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല, ശിഷ്യൻ്റെ മുൻപിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല, നേരിട്ട് ഇറങ്ങിച്ചെല്ലാണ്. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആരുടെ മുന്നിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്? തനിക്ക് ഈ ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ആശങ്കകൾ ഉള്ളതാണ്. പക്ഷേ ആ വ്യക്തിയുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുകയാണ് അനന്യാസ്. കാരണം എന്താണ്? യേശുക്രിസ്തു ശൗലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ച് തനിക്കൊരു ആശങ്കയ്ക്ക് ആവശ്യമില്ല. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം, ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഭയം സമ്പൂർണമായി മാറിപ്പോയി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു പറഞ്ഞതിനെ പൂർണ്ണമായി താൻ ഹൃദയത്തിൽ വഹിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിലുള്ള ആശങ്ക സമ്പൂർണമായും തന്നെ വിട്ടുപോയി എന്ന് വേണം കരുതാൻ. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ക്രൈസിസിനെയും നേരിടേണ്ടത്. യഥാർത്ഥത്തിൽ ശൗൽ ഒരു പ്രതിസന്ധി എന്ന നിലയിലാണ് ദമസ്കോസിലെ സഭയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദമസ്കോസിലെ സഭയിൽ ശൗൽ പരിണമിക്കുന്നത് ശൗൽ ഒരു സാക്ഷിയായിട്ടും രക്ഷകനായിട്ടും ശിഷ്യനായിട്ടുമൊക്കെയാണ് ശൗൽ ദമസ്കോസിൻ്റെ സഭയെ കരുത്തു പകരുന്ന ഒരു ഉത്തമ ഉപദേഷ്ടാവായിട്ടാണ് വാസ്തവത്തിൽ ഈ ശൗൽ എന്ന വ്യക്തി പിന്നീട് പരിണമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിസന്ധിയായിട്ട് കടന്നു വരുന്ന പലതും സ്വാതന്ത്ര്യമായി ദൈവ നിയോഗമായി പരിണമിക്കുന്ന വലിയൊരു പരിണാമത്തിൻ്റെ കഥ കൂടിയാണ് ഈ സംഭവം പറയുന്നത്. ക്രൈസിസായിട്ട് കടന്നു വരുന്നു, ഭയപ്പാടോടുകൂടി കാത്തിരിക്കുന്നു, എന്നാൽ നന്മയായത് പരിണമിക്കുന്നു, സഭയ്ക്ക് മുഴുവൻ ഊർജമായി അത് രൂപാന്തരപ്പെടുന്നു. എന്തൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇതാണ് ഈ നന്മയ്ക്കാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്ന ആ ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ തെളിവാണ് ഇവിടെ. വലിയ പ്രതിസന്ധിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല മേഖലകളും കർത്താവ് അതിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നന്മയുടെ ദൈവാനുഭവമായി പരിണമിപ്പിക്കാൻ കരുത്തുള്ളവനാണ് എന്നുള്ള ആ വെളിച്ചം തിരിച്ചറിയുവാനുള്ള സന്ദേശമാണ് ഈ വേദഭാഗത്തൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ,
ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് പങ്കുവെച്ചതിലൂടെ പ്രധാനമായും ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ക്രിസ്തുവിലുള്ള ഉറപ്പിനെ പങ്കുവെക്കാനാണ്. വലിയൊരു പ്രതിസന്ധിയായ ശൗൽ എന്ന വ്യക്തിയെ നേരിട്ട് പോയി കണ്ട് ആ ശൗലിനെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഗണത്തിലേക്ക് കൈവച്ച് കൊണ്ടുവരാൻ അനന്യാസ് എന്ന ശിഷ്യന് കരുത്ത് പകർന്നത് ദൈവത്തിലുള്ള തൻ്റെ സമ്പൂർണമായ ഉറപ്പാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകളിലുള്ള തൻ്റെ നിരുപാധിക വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ആശങ്കകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആ ബോധ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് താൻ കൊടുത്ത വിലയാണ് നമുക്കവിടെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അപ്രകാരം നമ്മുടെ ആശങ്കകൾക്കുപരിയായി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വ്യക്തമായ വില കൊടുത്തുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളിലെയും പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള കരുത്ത് ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വേദഭാഗം നിങ്ങളോട് പങ്കുവെച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, കൂടുതൽ ആഴമായ ആത്മീയ ബോധ്യങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവം ദൈവത്തിൻ്റെ ആത്മാവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അനന്യാസ് എന്ന വ്യക്തി അങ്ങയിൽ എത്രമാത്രം തൻ്റെ ഹൃദയം അർപ്പിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടുത്തെ ശിഷ്യത്വ ഗണത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണ് ഞങ്ങളുടെ ഭാവം. എന്നാൽ പലപ്പോഴും കർത്താവെ, അനന്യാസൊക്കെ അനുഭവിച്ചതുപോലുള്ള ആ ഒരു സമ്പൂർണ്ണ സമർപ്പണവും ആശ്രയത്വവും ഞങ്ങൾക്കില്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് ഉടച്ചു വാർക്കണമേ. സമ്പൂർണ്ണ ആശ്രയത്വത്തിൻ്റെ ആ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.